ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എങ്ങനെയാണ് ചെമ്മീൻ കൊണ്ട് അച്ചാർ റെഡിയാക്കാനുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീനെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ ഡ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി വെക്കാം. മസാലപ്പൊടികളൊക്കെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതലാവും തോന്നുന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. മസാലയൊക്കെ തേച്ചതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണില്ല, ഷാലോ ഫ്രൈ ആട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. ചെമ്മീൻ ഞാൻ 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. ആദ്യം ഒരു ബാച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ടിത് ഒരു വശം റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നല്ലപോലെ വേവായതിന് ശേഷം ചട്ടിയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചെമ്മീനും കൂടെ ഈ എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. ഇതിൽ എണ്ണ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തൊക്കെ എണ്ണയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം രണ്ടാമതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ വേവിച്ചിട്ടെടുക്കാം. നമ്മൾ സാധാരണ അച്ചാറിടുമ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടാണ് അച്ചാർ ഇടാറുള്ളത്. പിന്നെ ഇത് ചെമ്മീൻ കുറച്ചുള്ളത് കൊണ്ട് മാത്രം കേട്ടോ ഞാനിത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിൽ തന്നെയാണ് അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കടുകും ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കണം. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് വറവിട്ടെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ഇഞ്ചി കട്ട് ചെയ്തതും 1/2 കപ്പ് വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വെളുത്ത കളറുള്ള മുളക് ഉണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നടുവ് കീറിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ചെമ്മീനിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവ വറുത്തിട്ട് പൊടിച്ചതാട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഓണിലാണെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂടിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ചെമ്മീനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ വിനാഗിരിൻ്റെ പുളിയും എല്ലാം ചെമ്മീനിൽ പിടിക്കത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിച്ചാൽ ചെമ്മീനിൽ ഉപ്പും പുളിയൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാറായിട്ട് നമുക്ക് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പുണ്ടാക്കുക ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആരെങ്കിലും ഇതുപോലെ ചെമ്മീൻ അച്ചാർ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ നമ്മൾ അച്ചാർ എപ്പോൾ ബോട്ടിലാക്കുന്ന സമയത്താണെങ്കിലും ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇടുകയും ചെയ്യുക. തീരെ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവരുത് കേട്ടോ. ബോട്ടിൽ നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് അച്ചാർ ഇതിലേക്ക് ഇട്ടിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പോൾ 1 കിലോ ചെമ്മീൻ എടുത്താലും കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല, കേട് വരാനുള്ള അച്ചാറൊന്നും ഇതുണ്ടാവില്ല, കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വിനാഗിരി തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.